കോർട്ട് മോണിറ്റേർഡ് CBI അന്വേഷണമാണെങ്കിൽ ഇത് നല്ലതായിരുന്നു. ശ്രീ ജയസൂര്യൻ സാർ പറഞ്ഞു, അഡ്വക്കേറ്റ് ജയസൂര്യൻ പറഞ്ഞു ഒന്ന് രണ്ട് കാര്യം ഞാൻ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. അതിനുള്ള സാധ്യത പോലും ഉണ്ട്. അദ്ദേഹം ഒരു അഭിഭാഷകനും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ ആയതുകൊണ്ടായിരിക്കണം കുറച്ചുകൂടെ ആഴത്തിൽ പറയാൻ കഴിഞ്ഞത്. അതായത് ശബരിമല തന്ത്രി ഈ കേസിൽ വെച്ച് വേറെ ആരെങ്കിലും രക്ഷിക്കാൻ കൂടി ശ്രമിച്ചതാണോ, അതായത് ഈ കേസ് തന്നെ ഡയല്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചതാണോ എന്ന് ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ ഉയർത്തിയ വാദം വളരെ പ്രസക്തമാണ്. കാര്യം അത്തരത്തിൽ ചിന്തിക്കാൻ പോലും നമ്മൾ നിർബന്ധിതരാകുന്നു. നമ്മളെല്ലാം ശ്രീ ഗോപീഷ് റോബാണ് അങ്ങയുടെ പരിപാടിയിൽ പോറ്റിയെ ആദ്യം തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തിയുള്ള ഒരാളാണ് ഞാൻ. പോറ്റിയോട് എന്നിട്ട് യോഗക്ഷേമ സഭയിലും പോറ്റിക്കെതിരെ ആക്ഷൻ എടുക്കണമെന്ന കാര്യമൊക്കെ ഞാൻ റേസ് ചെയ്തിരുന്നു. ഇതിന്റെ പ്രശ്നം നമ്മളെല്ലാം വളരെ സന്തോഷത്തോടെ ഹൈക്കോടതി ഒരു ക്ലീനപ്പിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ അമിത ആവേശത്തോടെ നിന്നതാണ്. പക്ഷെ എനിക്ക് ചേക്കുട്ടി സാറിനോട് വളരെ വിനയത്തോടെ പറയാനുള്ളത്, ആരെ കുടിക്കാലും ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ആരെ കള്ളക്കേസ് കുടിക്കാലും നമുക്ക് എതിർക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. തന്ത്രിയെ കള്ളക്കേസ് കുടിക്കുന്നത് നമ്മൾ ആരുമല്ല പറഞ്ഞത്. തന്ത്രിക്കെതിരെ പ്രത്യേകിച്ച് തെളിവൊന്നും ഇല്ല എന്ന് പറയുകയാണ്. ഞാൻ ആലങ്കാരികമായി ഞാൻ ഒരു ഗാന്ധിയനാണ്, ഹിന്ദു മുസ്ലിം സൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഏറ്റവും വിനയത്തോടൊരു ചോദ്യം ചോദിച്ചോട്ടെ, എല്ലാ ബഹുമാനത്തോടും നമ്മുടെ നാട്ടിൽ ഒരു ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങളുടെ ഏതെങ്കിലും അഭിവന്ദ്യനായ ഒരു ബിഷപ്പിനെയോ ഏതെങ്കിലും ആരാധ്യനായ ഒരു അല്ലെങ്കിൽ ആദരണീയനായ ഒരു മൗലവിയോ ഇതേപോലെ യാതൊരു ദുർബലമായ വാദങ്ങളോടുകൂടി ഏതെങ്കിലും കേസിൽ പിടിച്ച് അറസ്റ്റ് ചെയ്തിടുവോ? എനിക്കതിൽ വിഷമമുള്ളത് നമ്മുടെ ഹൈന്ദവ സംഘടനകൾ പോലും, പ്രത്യേകിച്ച് NSSനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, കുമാരനായർ സാറിനെ പോലെ ഞങ്ങൾ എല്ലാം ആദരിക്കുന്ന ഒരാൾ പോലും CPMന് ആ ഭരണത്തിൽ തിരിച്ചു വരാൻ സാധ്യത ഉണ്ടെങ്കിൽ വന്നോട്ടെ എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നു. ഇതിന്റെ പ്രശ്നം ഇവിടെ ബ്രാഹ്മണരാകെ 1% മാത്രമേ ഉള്ളൂ. ന്യൂമറിക്കലി യാതൊരു പ്രാധാന്യവും ഇല്ല. ഇവരെ വേട്ടയാടി എന്തെങ്കിലും ഒരു എക്സാമ്പിൾ ഉണ്ടാക്കാൻ CPMന് ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ തന്ത്രിയുടെ കാര്യം വരുമ്പോൾ താങ്കൾ തുടക്കം മുതൽ തന്നെ ഏതെങ്കിലും തരത്തിൽ സംശയിക്കാൻ പോലും താങ്കൾ ഒരുക്കമല്ലല്ലോ, അതെന്തുകൊണ്ടാണ്? അതിന്റെ കാര്യം ഞാൻ ആദ്യം തന്നെ ഈ സംഭവം ഉണ്ടായ ദിവസങ്ങളിൽ അദ്ദേഹത്തോട് തന്നെയും കുടുംബത്തോടും വ്യക്തമായി സംസാരിച്ചു. 2-3 കാര്യങ്ങൾ. ഒന്ന്, വാജി വാഹനത്തിന്റെ കാര്യത്തിലെ കള്ളത്തരം ഒന്ന് ആലോചിച്ച് നോക്കുക. ഹൈക്കോടതിയുടെ മോണിറ്ററിംഗിലുള്ള ടീമല്ലേ ഈ വാജി വാഹനത്തെ കുറിച്ച് മനഃപൂർവ്വം കള്ളം പറഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് റെയ്ഡ് ചെയ്തതല്ലേ? 2, ശ്രീ ഗോപികൃഷ്ണൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞ് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ. ഇന്ത്യയുടെ നിയമ സംവിധാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ദൈവത്തിന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ എന്തെങ്കിലും ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കലാണ്. അതായത് CPM അവർക്ക് നേരെ നീളുന്ന ഒരു മുൾമുനയെ എടുത്തു മാറ്റാൻ വിശ്വാസികളുടെ ഭാഗമായി തന്ത്രി, അതായത് ദേവന്റെ പിതാവായ തന്ത്രിയും കൂടെ കുടുക്കിയാൽ ഫോക്കസ് തെറ്റിക്കാം എന്നൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ്. ശ്രീ ചേക്കുട്ടി സാർ മനസ്സിലാക്കേണ്ടത്, തന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്നല്ല, തെറ്റ് ചെയ്താൽ ആരെ അറസ്റ്റ് ചെയ്യണം? തന്ത്രിയെ മന്ത്രി അറസ്റ്റ് ചെയ്യണം. പക്ഷേ തന്ത്രിക്കെതിരെ യാതൊരു മെറ്റീരിയലും ഇല്ല എന്ന് കോടതികൾ പറയുന്നതിന്റെ കാരണം ഫ്ലിംസി ഗ്രൗണ്ട്സ് ആണ്. എന്നിട്ട് ഞാൻ ഈ പറയുന്നതിൽ വിഷമം കൂടെ ഉണ്ട്. തന്ത്രി മൊബൈൽ ഫോണിൽ വേറെ ചില കാര്യങ്ങൾ നോക്കാറുണ്ടെന്ന വ്യാജ റിപ്പോർട്ട് വരെ SIT കൊടുത്തു. നമ്മുടെ മാധ്യമങ്ങളുടെ മാന്യത കാരണം വേണ്ട രീതിയിൽ ആ വാർത്ത മാധ്യമങ്ങൾ കൊടുത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. SIT മനഃപൂർവ്വം തന്ത്രിയെ കരിവാരി തേച്ച് CPMന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ചെയ്യാൻ നോക്കി. നമ്മുടെ നിയമസഭയിൽ കോൺഗ്രസ്സുകാർ അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്തു. വളരെ സ്വാഗതാർഹമാണ്. ഇതിന്റെ പ്രശ്നം, നമ്മൾ തന്ത്രിയാണെങ്കിലും മൗലവിയാണെങ്കിലും പള്ളിയിലച്ചനാണെങ്കിലും ഒക്കെ ഒരു ബഹുമാനം കൊടുക്കുന്നവർ ദൈവത്തിന്റെ ആൾക്കാരെന്നാണ്. പ്രത്യേകിച്ച് യാതൊരു തെളിവോ മെറ്റീരിയൽ എവിഡൻസോ ഇല്ലാതെ വെറുതെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണ്? യഥാർത്ഥത്തിൽ ബാക്കി എല്ലാവർക്കും ഏതെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ, ശ്രീ ജിൻഡോ സൂചിപ്പിച്ചതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ ഉത്തരവാദിത്വമുണ്ട്. തന്ത്രിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല. തന്ത്രിക്ക് യാതൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ്. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. SIT തന്ത്രിയാണ് ഇയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നതെന്നും ഇവർ ഒരുമിച്ച് ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. 2-3-4 വർഷങ്ങൾ വിഭിന്നമാണ്. അപ്പൊ SIT മനഃപൂർവ്വം വന്ന് CPMന്റെ ഗുണപ്പെടുന്ന ആർഗ്യുമെന്റ്സ് സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ്. തന്ത്രിക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ തന്ത്രിയെ മറ്റൊരു കാര്യത്തിന് വിളിച്ചു പറഞ്ഞ് അറസ്റ്റ് ചെയ്തു. ഒരു കാര്യം കൂടെ പറഞ്ഞ്, ഇവരെല്ലാമേ തന്ത്രിയെ കേസിൽ ഉൾപ്പെടുത്തിയത് കേസ് തെളിയിക്കാനല്ല, കേസ് ദുർബലപ്പെടുത്താനാണ് എന്ന BJP പ്രതിനിധി അഡ്വക്കേറ്റ് ജയസൂര്യന്റെ വാദമാണ് താങ്കൾക്കുമുള്ളത് അല്ലെ? അത് വളരെ പ്രസക്തമാണ്. കാര്യം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അത് നന്നായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്തപ്പോൾ ആ ഒരു സംശയം തോന്നുന്നുണ്ട്. കാര്യം പലരെ രക്ഷിക്കാൻ തന്ത്രിയും കൂടെ കൊണ്ടുവന്ന അവസാനം തേച്ചുമാച്ച് കളയാം എന്നൊരു സ്ട്രാറ്റജി CPMകാർ എടുത്തോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരൊറ്റ ചോദ്യത്തിന് ഹൈക്കോടതി കേരളത്തോട് ഉത്തരം പറയേണ്ടത്, എത്ര സ്വർണം പോയി? ഇതുവരെ എത്ര സ്വർണം പോയതൊരു ക്ലാരിറ്റി ഇല്ല. അത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.